CPIയെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇടതുമുന്നണിയിൽ കലാപമുണ്ടാകുമെന്നും കെ സുധാകരൻ. കേൾക്കാം. CPIയെ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പ്രശ്നവുമായി മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിന്റെ അകത്ത് കലാപം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിന്റെ അകത്ത് പ്രതിഷേധമുള്ള ഘടക കക്ഷികൾ ഒരുപക്ഷെ വിഘടിച്ചു പോകും. നമ്മൾ CPIയെ സ്വീകരിക്കും 100%. അർജുൻ കല്യാടി ചേരുന്നു വിശദാംശങ്ങളുമായി. അർജുൻ, മുൻ KPCC അധ്യക്ഷൻ പറയുന്നത് എന്താണ്? കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടെന്താണ്? തീർച്ചയായിട്ടും ഇടതുമുന്നണിയിലുള്ള കലാപം അത് സസൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഇടതുമുന്നണിയിലുള്ള ഈ ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ CPIഎമ്മും CPIയും തമ്മിലുള്ള ഈ പ്രശ്നം അതിരൂക്ഷമായി മാറ്റുക, അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു തീയിട്ട് കൊടുക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ആത്യന്തികമായി ഗുണം ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു വന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും UDF-ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ UDF നേതാക്കളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, പ്രതികരണങ്ങൾ എല്ലാം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ് തന്നെ CPIയെ UDF-ലേക്ക് ക്ഷണിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുധാകരൻ CPIയെ 100% മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ CPI മുന്നണി വിട്ട് UDF-ന്റെ ഭാഗമാകും എന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ടല്ല UDF-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവ്, കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. പക്ഷേ അത് CPIഎമ്മും CPIയും ഉൾക്കൊള്ളുന്ന ഇടതുമുന്നണിയിൽ ഒരു ആഭ്യന്തര കലാപം അത് രൂക്ഷമാക്കുക അല്ലെങ്കിൽ അത് കൂടുതൽ സംഘർഷഭരിതമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഇടതുമുന്നണിയിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ സുധാകരന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഇടതുമുന്നണിയിൽ ഒരു കലാപം ഉണ്ടാകും എന്നുള്ളതാണ് കെ സുധാകരന്റെ വാചകങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കലാപം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നത് UDF-ന് തന്നെയാണ് എന്ന് UDF-ന്റെ എല്ലാ നേതാക്കളും കരുതുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സ്വാഭാവികമായോ അല്ലെങ്കിൽ ഒരു ഒഴുക്കൻ മട്ടിലോ പറഞ്ഞതല്ല. കൃത്യമായ രീതിയിൽ തന്നെ അത്തരമൊരു കാര്യം അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നവംബർ ആദ്യവാരത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ CPIയും തമ്മിലുള്ള ഈ പറയുന്ന അഭിപ്രായ ഭിന്നത, ആശയ ഭിന്നത, അവർ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ, നേതാക്കളും മന്ത്രിമാരും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും. അപ്പോൾ അതൊക്കെ ഗുണം ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ UDF-ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ സീറ്റിലേക്ക്, കൂടുതൽ നേട്ടങ്ങളിലേക്ക് ഈ പറയുന്ന ഇടതുമുന്നണിയിലുള്ള ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഈ പറയുന്ന കെ സുധാകരൻ ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതൃത്വം, കോൺഗ്രസ് നേതാക്കളെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടതുമുന്നണിയിലുള്ള CPIയും തമ്മിലുള്ള തർക്കം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഏതെങ്കിലും തരത്തിൽ ആ പ്രശ്നങ്ങൾ അനുനയിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുനയത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഒരു കാലത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം UDF-നില്ല. ഇതിങ്ങനെ തന്നെ നിലനിൽക്കണം. ഇതൊരു ആഭ്യന്തര പ്രശ്നമായി ചർച്ചയായി മാധ്യമങ്ങളിലൂടെ നിരന്തരമായ മണിക്കൂറുകളോളം ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് നിൽക്കുമ്പോൾ ഇടതുമുന്നണിയിൽ ആശയ ഭിന്നതയുണ്ടായിരിക്കുന്നു, ആശയ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു എന്ന ചർച്ച പൊതുജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കുകയും അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്നിപ്പോൾ മുൻ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുമുന്നണിയിൽ കലാപമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. CPIയെ 100% വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, അതായത് കടുത്ത നിലപാട് CPI സ്വീകരിച്ച് മുന്നണി വിടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് UDF-നെ സംബന്ധിച്ച് വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കുന്നുമില്ല. എന്തായാലും വലിയ ഒരു